Hi, this is me, Casac Benjali. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ്സിന് ആവശ്യമായിട്ടും പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ സക്സസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, മോട്ടിവേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ റിസൈൻ ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ റിസൈഗ്നേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ കൂടുതൽ കാലം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ റിറ്റെയിൻ ചെയ്യാം എന്നുള്ളതിന് വേണ്ട സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ എംപ്ലോയീസിൻ്റെ കൾച്ചർ മാറി, വർക്ക് കൾച്ചർ മാറി. പ്രത്യേകിച്ചും പാൻഡമിക് സിറ്റുവേഷനും കൂടെ വന്നതോടുകൂടിയിട്ട് എംപ്ലോയീസ് കൂടുതലും കംഫർട്ട്, അതല്ലെങ്കിൽ നല്ല പേ, ബെറ്റർ എംപ്ലോയ്മെൻറ്റ് കൾച്ചർ ഇതെല്ലാം പ്രിഫർ ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ പല സ്ഥാപനങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എംപ്ലോയീസിൻ്റെ ഹ്യൂജ് റെസിഗ്നേഷൻ. ഈ റെസിഗ്നേഷനിലേക്ക് പോകാതെ എങ്ങനെ എംപ്ലോയീസിനെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, റിറ്റെയിൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു വിഷയം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ക്ഷമയോടെ മുഴുവൻ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നതിന് വലിയൊരു സഹായകരമായിരിക്കും. 2021 UKG വർക്ക്സ് ഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം 11ഓളം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ റിട്ടൻഷൻ നിലനിർത്താൻ പറ്റുന്നില്ല, എംപ്ലോയീസിന്റെ ഹ്യൂജ് റെസിഗ്നേഷൻ കാരണം എംപ്ലോയേഴ്സിന് പലപ്പോഴും പ്രതിസന്ധികളൊന്നും സ്ഥാപനത്തിൽ എംപ്ലോയീസ് നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നത് ഒരു പഠനം നടത്തിയപ്പോൾ അതിനകത്ത് 64% ആളുകളും ജോലി രാജിവെച്ച് പോകുന്നത് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങളെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എൻ്റെ കൺസേൺസ് പറയാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ഒരുപാട് പരാതികളുണ്ട് എൻ്റെ വർക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റിൽ, എനിക്ക് കിട്ടുന്ന സൗകര്യങ്ങളിൽ, അല്ലെങ്കിൽ എനിക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങളിലെല്ലാം എനിക്ക് ധാരാളം പരാതികളുണ്ട്. പക്ഷേ ഇത് എനിക്ക് പറയാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല എന്ന കാരണം കൊണ്ട് ജോലി രാജിവെച്ച് പോകുന്നവരാണ്. രണ്ടാമത്തെ 34% ആളുകളും റിസൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പറയാൻ ഇല്ലല്ലോ എന്ന ചിന്ത കാരണം അവർ അതിന് ചിന്തിക്കുന്നതിന് മുമ്പേ റിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ, 64% ആളുകൾക്ക് അത് പറയാൻ ആളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. മറ്റുള്ളവർക്ക് അവിടെ ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ ഈ റിട്ടൻഷൻ കൂട്ടുക എന്ന് പറയുന്നത്, എംപ്ലോയീസിൻ്റെ റിട്ടൻഷൻ കൂട്ടുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയിലും ലോങ് റണ്ണ് അതിൻ്റെ വിജയത്തിലുമെല്ലാം വളരെ വലിയ ഘടകമാണ്. അപ്പോൾ എങ്ങനെ എംപ്ലോയീസിന് റിസൈൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എംപ്ലോയീസിനെ നിങ്ങളുടെ കൂടെ റിറ്റെയിൻ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ പ്ലീസ് സ്റ്റേ ഓൺ. നമ്പർ 1, ട്രെയിൻ എംപ്ലോയീസ് ഹൗ ടു നെഗോഷിയേറ്റ്. നെഗോഷിയേഷൻ എല്ലാ ഓൺട്രപ്രണേഴ്സും എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സ്ഥാപനത്തിലാണെങ്കിലും കസ്റ്റമറുമായിട്ട് നിങ്ങൾ നല്ല നെഗോഷിയേറ്റർ ആവണം, കസ്റ്റമറുമായിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത ഡീല് കൺഫേം ചെയ്യണം എന്നൊക്കെ ഞാൻ ആവേശത്തിൽ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. പക്ഷെ മിക്ക സ്ഥാപനങ്ങളും ഔട്ട്സൈഡ് നെഗോഷിയേഷൻ വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴും ഇൻസൈഡ് നെഗോഷിയേഷൻ പ്രോത്സാഹിപ്പിക്കാറില്ല, ഇൻസൈഡ് നെഗോഷിയേഷൻ സമ്മതിക്കാറേ ഇല്ല. ഒരിക്കലും തന്നെ അത് നിങ്ങളുടെ എംപ്ലോയീസ് റിട്ടൻഷനെ സഹായിക്കില്ല. നിങ്ങൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം. അത് ഹെൽത്തി ആയിട്ട്, അല്ലാതെ എനിക്കിതെല്ലാം വേണം, എനിക്ക് മര്യാദക്ക് തന്നേ പറ്റൂ എന്ന ഭീഷണിപ്പെടുത്തലിൻ്റെ പേരല്ല നെഗോഷിയേഷൻ. മറിച്ച് അവരുടെ കൺസേൺ റേസ് ചെയ്ത് റീസണബിൾ ആയിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു നെഗോഷിയേഷൻ കൾച്ചർ. അത് എങ്ങനെ ഒരു കൾച്ചർ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് ഒരു SOP ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ശേഷം ഓരോ എംപ്ലോയീസും റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ, സോ ദിസ് ഈസ് ദ വേ യു ക്യാൻ നെഗോഷിയേറ്റ്. നിങ്ങൾക്ക് സാലറിയിലെ കൺസേൺ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ലോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൺസേൺ റേസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സാലറിയുടെ കൺസേൺ ഇങ്ങനെയാണ് പറയേണ്ടത്. ദിസ് ഇസ് ദ വേ യു ക്യാൻ എക്സ്പ്രസ് യുവർ കൺസേൺ എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ ഒരു കൾച്ചർ അവരെ കൃത്യമായി ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങളും തന്നെ എന്ത് ചെയ്യരുത്, ഇന്റേണൽ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിബൽ മൂവ്മെന്റ് ആണ് എന്ന്
ചിന്തിക്കുന്നതിന് പകരം ഇതൊരു റിട്ടൻഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൾച്ചർ ബിൽഡ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിനർത്ഥം ഒരു ബാഡ് ഹെൽത്ത് നെഗോസിയേഷനിലേക്ക് പോകണമെന്നല്ല, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ കൾച്ചർ ബിൽഡ് ചെയ്യണമെന്നല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള നെഗോസിയേഷൻ കൾച്ചറിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്ത് അവിടെ നിങ്ങളൊരു നെഗോസിയേഷൻ കൾച്ചർ ഓർഗനൈസേഷനകത്ത് സെറ്റ് ചെയ്യുക, അത് ബിൽഡ് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക, അത് ട്രെയിൻ ചെയ്യുക. സോ അവരൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാലറിയിൽ ഒരു പേയ്മെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റിന് ഇതറിയില്ല. നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നു, നിങ്ങൾ നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങളുടെ ലൈൻ മാനേജർ എടുത്തുകൊണ്ട് പോകുന്നു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എംപ്ലോയീസിന് ഒരു പക്ഷേ നമ്മളാണ് എടുക്കുന്നത്, ക്രെഡിറ്റ് മുഴുവൻ മറ്റൊരാൾ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പണിയെടുക്കുകയും ക്രെഡിറ്റ് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അത് കൺസേൺ ആയിട്ട് തന്നെ കിടക്കും. ആ പ്രൊഡക്ടിവിറ്റിയുള്ള സ്റ്റാഫ് നമ്മളോട് പോലും പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് പോലും അറിയാതെ റിസൈൻ ചെയ്തു പോകും. കാരണം ദേ ഡോണ്ട് നോ ഹൗ ടു റേസ് ദെയർ ഇഷ്യൂ ആൻഡ് യു ഡോണ്ട് നോ ഹു ഈസ് വർക്കിംഗ്. നിങ്ങൾക്കും അറിയില്ല ആരാണ് പ്രൊഡക്ടിവിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു നെഗോസിയേഷൻ കൾച്ചർ ഉണ്ടാക്കുകയും ആർക്കും അവരുടെ കൺസേൺ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് ഈസ് ദ നമ്പർ 1 സ്ട്രാറ്റജി ടു കീപ് യുവർ എംപ്ലോയീസ് വിത്ത് യു. ആൻഡ് നമ്പർ 2, ഷെഡ്യൂൾ 1-to-1s. കൃത്യമായ ഇടവേളകളിൽ ലൈൻ മാനേജറുമായിട്ടോ അല്ലെങ്കിൽ റീജിയണൽ മാനേജറുമായിട്ടോ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ടോ അല്ല ഇമ്മീഡിയറ്റ് മാനേജറുമായിട്ട് ഞാൻ അത്ര പറയുന്നില്ല. ഇമ്മീഡിയറ്റ് മാനേജേഴ്സ് പലപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ നെഗോസിയേഷൻ പലപ്പോഴും ഹെൽത്തി നെഗോസിയേഷൻ ആകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് മാനേജർക്കും അപ്പുറത്തുള്ള അത് ടോപ്പ് ലൈൻ മാനേജർ ആകാം, റീജിയണൽ മാനേജർ ആകാം, ടോപ്പ് മാനേജ്മെൻ്റ് ആകാം. ആ ടോപ്പ് മാനേജ്മെൻറ്റ് ലൈനിൽ ഏറ്റവും സീനിയർ ആയിട്ട് പരിഗണിക്കപ്പെടാവുന്ന ഡിസിഷൻ മേക്കർ, അതായത് ഒരു വ്യക്തിയുടെ സാലറിയിലോ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യത്തിലോ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ആളുമായിട്ട് കൃത്യമായിട്ട് 1-to-1 ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് വർഷത്തിൽ 2 തവണ അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും 1 തവണ അല്ലെങ്കിൽ വർഷത്തിൽ 1 തവണയെങ്കിലും മിനിമം ഒരു 1-2 മണിക്കൂർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് ജോലിയെക്കുറിച്ചുള്ള നോർമൽ മീറ്റിങ്ങിനപ്പുറത്ത് അയാളുടെ കൺസേണുകൾ ചോദിച്ചറിയാനും അയാളുടെ ഇഷ്യൂസ് അയാൾക്ക് പറയാനും അയാളുടെ പരാതികൾ പറയാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 1-to-1 ഷെഡ്യൂൾ ചെയ്യുന്നത് നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങളുടെ കൂടെ നിർത്താനും എനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എൻ്റെ മാനേജ്മെൻറ്റ് കേൾക്കും, അതിൽ ജെനുവിനാണ്, അത് കറക്റ്റായിട്ട് റീസൺ ഉണ്ടെങ്കിൽ എനിക്കതിന് സൊല്യൂഷൻ കിട്ടും, എനിക്ക് അർഹിക്കുന്ന പരിഗണന ഈ ഓർഗനൈസേഷനകത്തുണ്ട് എന്ന ഫീൽ ഉണ്ടാക്കാൻ അത് വളരെ വലിയ രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 1-to-1s അവരോട് മാത്രം തുറന്ന് അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരു 1-to-1 കൾച്ചർ ബിൽഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ മാനേജേഴ്സിന് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ നോർമൽ പ്രഷർ അല്ലെങ്കിൽ പുറത്തെടുക്കാനുള്ള, ചീത്ത പറയാനുള്ള, വർക്ക് റിലേറ്റഡ് മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല 1-to-1. അതിനെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളുടെ എംപ്ലോയി റിട്ടൻഷൻ, പ്രൊഡക്ടിവിറ്റി ഉള്ള എംപ്ലോയീസിൻ്റെ റിട്ടൻഷൻ 90% കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഇതാണ് ഇതിൻ്റെ സിസ്റ്റം, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും അവരെയും നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വേണം ഈ 1-to-1 പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാൻ. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ കൺസേൺ കേൾക്കുകയും ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് റിട്ടൈൻ ചെയ്യാനും പറ്റും. ആവശ്യമില്ലാത്തവരെ മാത്രം എടുത്ത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. നല്ല ആളുകൾ നമ്മുടെ കൂടെ എപ്പോഴും നിർത്താനും കഴിയും. അതോടൊപ്പം തന്നെ ഈ 1-to-1 സെറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിരിക്കണം. എന്തായിരിക്കണം ഇതിനകത്തുള്ള അജണ്ട, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്ക്, നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഈ 1-to-1 നടക്കേണ്ടത്. അത് 100% പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ടൈമിനുള്ളിൽ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഹെൽത്തി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള 1-to-1 ഷെഡ്യൂൾ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ആൻഡ് നമ്പർ 3, നെഗോസിയേഷനും 1-to-1 ഇത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാ റെസ്പോൺസിലും ബയാസ് ഇല്ലാതെ, പക്ഷപാതമില്ലാതെ പെരുമാറുക. ഇതാണ് നമ്പർ 3. ഒരു എംപ്ലോയി, ഒരു സ്റ്റാഫ് നിങ്ങളുടെ അടുത്തൊരു കൺസേൺ റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈൻ മാനേജറുടെ അടുത്തൊരു കൺസേൺ റേസ് ചെയ്യുന്നു. അത് പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചെറിയ പരാതിയാകാം, അല്ലെങ്കിൽ ഇഷ്യൂസ് ആകാം. അതിനെ വളരെ ഇമോഷണൽ ആവാതെ നിങ്ങൾ അതിനെ കോൺഷ്യസ് ആയിട്ട് റാഷണലായിട്ട് ചിന്തിച്ചുകൊണ്ട്, അതായത് ബോധപൂർവം നിങ്ങൾ ഇമോഷണൽ ആവാതെ അതിൽ നിന്ന് വളരെ ജെനുവിനായിട്ട് ലോജിക്കലായി ചിന്തിച്ചിട്ട് നിങ്ങൾ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. ഏതെങ്കിലും ഇഷ്യൂസിന് പുറത്ത്
ഇമോഷണൽ ആയിക്കൊണ്ട് അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഇമോഷണൽ ആവാനും ഒരു നെഗോസിയേഷൻ പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇമോഷണലായി വീണു പോകുമെന്നുള്ളൊരു പഠനങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെഗോസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരിക്കലും തന്നെ ആരെങ്കിലും കുറിച്ച് പരാതി പറയാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കാനോ ഉള്ളതല്ല, മറിച്ച് യാതൊരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുത്ത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒന്നായിട്ട് തന്നെ കാണുക. നമ്പർ 3, മുൻവിധികളില്ലാതെ കേൾക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള കൾച്ചർ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്പർ 4, ക്രിയേറ്റ് എൻ ഓപ്പൺ സ്പേസ് ഫോർ ദം ടു ഷെയർ വിത്ത് ഈച്ച് അതർ. ഓരോ എംപ്ലോയീസിനും അവരവരുടെ ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള പരാതികളും പ്രശ്നങ്ങളും റിബൽ മൂവ്മെൻറ്റുകളെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഓരോ എംപ്ലോയീസിനും അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്ന് അവർക്കുള്ളിൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം. ഒരു പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ മാനേജ്മെൻറ്റിന് മാത്രം പറ്റുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മാനേജ്മെൻറ്റിലേക്ക് എത്താത്തതിന് നമുക്ക് പരിഹരിക്കാം എന്നുള്ള അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം. അതും നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണായിട്ട് റിബലുകളെ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു വിടുന്നതല്ല, അത് കൃത്യമായി മോണിറ്ററിംഗ് വേയിൽ തന്നെ അത് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണമെന്നല്ല, എല്ലാ സ്ട്രാറ്റജിയും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്യുന്നത് പോലും നിങ്ങളുടെ എംപ്ലോയി റിട്ടൻഷനെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒന്നായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, ഓൺട്രപ്രണറിയൽ റിലേറ്റഡ് ആയിട്ട് ധാരാളം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്. പലതരത്തിലുള്ള ബിസിനസ് മോട്ടിവേഷൻ ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. സോ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ, Casac Benjali.